ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഫ്ലീറ്റഡ് നൈറ്റി ഒന്ന് അളവെടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഷോൾഡർ 7.5 ഇത് XL XXL വരെ ഉള്ള ആളുകൾക്ക് ഉള്ള അളവാണ്. അപ്പം ചെസ്റ്റ് അളവ് 12 വരും. അപ്പോൾ ഇപ്പം ഞാൻ ഇതിൻ്റെ ഷോൾഡർ അളവാണ് എടുത്തേക്കുന്നത് 7.5. ആ 7.5 തന്നെ ആം ഹോളും 7.5 തന്നെ എടുക്കണം. ആം ഹോളും 7.5 എടുത്തിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷേപ്പിന് ഈ ഷോൾഡറിൻ്റെ പറ്റ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ചരിച്ച് നമുക്ക് തയ്ക്കാൻ വേണ്ടിയാണ്. അതൊന്ന് ഇറക്കി ഇങ്ങനെ ചരിച്ചിടണം. ഇവിടെ ആം ഹോൾ 7.5, ആം ഹോളിൽ നിന്ന് ഇങ്ങോട്ട് 12 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ്. ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്തണം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കണം. അതിനുശേഷം നമ്മുടെ ഈ കൈക്കുഴിയുടെ ഈ ആം ഹോൾ എടുത്തതിൻ്റെ ഇവിടുന്ന് 1.5 ഇഞ്ച് ഇങ്ങോട്ട് ചെസ്റ്റ് അളവിലോട്ട് തിരിച്ച് ഈ 1.5 ഇഞ്ച് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇവിടം വരെയുള്ളത് നോക്കണം. 9 ഇഞ്ച് വരണം. 9 ഇഞ്ച് വരെ ഉള്ളത് അടയാളപ്പെടുത്തണം. ഇവിടെ നിന്ന് 9 ഇഞ്ച് വരണം. ഇവിടുന്ന് ഇങ്ങോട്ട് 9 ഇഞ്ച്. അപ്പോൾ എല്ലാവർക്കും ഈ അളവ് തന്നെയാണ്. ഇതിൽ വണ്ണമുള്ള ആളുകൾക്കാണെങ്കിലും 1.5 ഇഞ്ച് എടുത്താൽ മതി ഇവിടുന്ന്. പക്ഷേ ഈ ഷോൾഡറിൻ്റെ വലിപ്പം കൂടും. ചിലപ്പോൾ 8 ആവും, 8.5 ആവും. ആളിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഷോൾഡറിൻ്റെ വലിപ്പം കൂടും, ആം ഹോളിൻ്റെ വലിപ്പം കൂടും. അപ്പോൾ അത് നോക്കി വേണം, നമ്മുടെ അളവ് നോക്കി നമ്മുടെ ഒരു നൈറ്റി എടുത്തിട്ട് അളന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇവിടുന്ന് 9 അടയാളപ്പെടുത്തണം. ആ 9ലോട്ട് ഇതിങ്ങനെ കർവ് വരച്ച് നിർത്തണം. ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം കർവ്. പിന്നെ നമ്മൾ അടയാളപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് 10.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. നമ്മളിത് ഫ്ലീറ്റഡ് നൈറ്റിയുടെ ഫ്രണ്ട് പീസാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഫ്ലീറ്റഡിൻ്റെ മേളിൽ വെച്ചേക്കുന്ന നമ്മുടെ നെക്ക് ചെയ്യുന്ന സാധനമാണ് ഈ 10.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മൾ അങ്ങ് വരെയും 10.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. ഈ തുണിയുടെ എൻഡ് ഭാഗം വരെയും 10.5 അടയാളപ്പെടുത്തി കൊടുക്കണം. അതുപോലെ ഈ അറ്റത്തും 10.5 അടയാളപ്പെടുത്തണം. ഈ അറ്റത്തും 10.5 അടയാളപ്പെടുത്തിയിട്ട് നമ്മുടെ ഈ സ്കെയിലുണ്ടെങ്കിൽ സ്കെയിൽ വെച്ചൊന്ന് വരച്ചാൽ മതി. ഇങ്ങനെ നേരെ ആ വരയുടെ നേരെ തന്നെ അങ്ങ് വരച്ചിടുക. ഈ നേരെ അങ്ങ് 10.5 അടയാളപ്പെടുത്തി അങ്ങ് വരച്ചിടുക. പിന്നെ നമ്മുടെ ചെസ്റ്റ് അളവ് എന്ന് പറഞ്ഞാൽ 12 ഇഞ്ചാണ്. 12 ഇഞ്ച് ഇത് ടേപ്പ് തിരിച്ച് പിടിച്ചിട്ട് ഈ അറ്റത്തുനിന്ന് 12 ഇഞ്ച് എവിടെ വരുമെന്ന് നോക്കണം. ഇവിടെ നിന്ന് നോക്കിയിട്ട് ഈ 12 ഇഞ്ചിൽ നിന്ന് നമ്മുടെ ഈ 1.5 ഇഞ്ച് കൊടുത്തപ്പോൾ കിട്ടിയ 9 ഇഞ്ച് കിട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് നോക്കിയിട്ട് അവിടെ ഒന്ന് അടയാളപ്പെടുത്തണം. കണ്ടോ, ഈ 9 ഇഞ്ച് ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് കൂട്ടിയപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള 9 ഇഞ്ച് അല്ലേ. അപ്പോൾ ആ 9 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തണം. അത് ഈ അറ്റത്തുനിന്ന് 12 നോക്കിയിട്ട് വേണം. ഈ ടേപ്പ് 12 തിരിച്ച് പിടിച്ച് 12 3 ഇഞ്ചാണ് ഇവിടെ കുറയുന്നത്. അത് കുറച്ച് ഇവിടെ അടയാളപ്പെടുത്തണം. പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഈ 10.5 നമ്മൾ ഇവിടുന്ന് ഇങ്ങി വരെ 10.5 അല്ലേ അടയാളപ്പെടുത്തിയിട്ടിരിക്കുന്നത്. ആ 10.5 1 ഇഞ്ച് മേളിലോട്ടും 2 ഇഞ്ച് താഴോട്ടും വരച്ചിടണം. 1 ഇഞ്ച് മേളിലോട്ടും 2 ഇഞ്ച് താഴോട്ടും. അപ്പോൾ 3 ഇഞ്ചിൻ്റെ ഇവിടെയും 1 ഇഞ്ചിൻ്റെ ഇവിടെയും ആയിട്ട് അടയാളം വരും. എന്നിട്ട് നമ്മളൊരു ബോക്സ് കണക്ക് ഈ 9 ഇഞ്ചിൻ്റെ അവിടോട്ട് വരച്ചു കൊടുക്കണം. നേരത്തെ നമ്മളൊരു 9 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, അതിനകത്തോട്ട് നമ്മളൊരു ബോക്സ് മോഡൽ ഇവിടുന്ന് അങ്ങോട്ട് അടയാളപ്പെടുത്തി ഇടണം. ഫ്ലീറ്റഡ് നൈറ്റിയുടെയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് 9 അടയാളപ്പെടുത്തിയത് ഇവിടുന്ന് ഇങ്ങോട്ട് 12 ഇഞ്ച് ചെസ്റ്റ് അളവുണ്ട് നമുക്ക്. അത് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ വെട്ടത്തില്ല, ഈ 9 ഇഞ്ച് വരെ വെട്ടുകയുള്ളൂ. ഞാൻ ഈ 12 ഇഞ്ച് കാണിച്ചത് ഇവിടുന്ന് 12 ഇഞ്ച് എടുക്കാൻ വേണ്ടിയാണ്. തിരിച്ച് ടേപ്പ് പിടിച്ച് 12 ഇഞ്ചിൻ്റെ ഈ 9ൻ്റെ അവിടെ കൊണ്ടുവന്ന് വരച്ചിടണം. ഈ മേളിൽ നിന്നുള്ള 10.5 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് മേളിലോട്ടും വരയ്ക്കണം, 2 ഇഞ്ച് താഴോട്ടും വരയ്ക്കണം. വരച്ചിട്ട് ഈ 9 ഇഞ്ചിലോട്ട് ബോക്സ് പോലെ വരച്ചിടണം. വരച്ചിട്ടതിന് ശേഷം നമ്മൾ ഈ നടുക്കുന്ന് ഈ കോണോട് കോണൊരു വര വരച്ചിടണം. കോണോട് കോണൊരു വര വരച്ചിടണം. പിന്നീട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് ഇല്ലേ, ഈ 9 പോയിൻ്റിൽ നിന്ന് ഈ 10.5 പോയിൻറ്റിലോട്ടൊരു വര, ഈ 10.5ലോട്ടൊരു വര, ഈ 9ൻ്റെ അടുത്തോട്ട് ഈ 10.5ലോട്ടൊരു വര, പിന്നെ കൂടാതെ ഇതിലോട്ടൊരു വര. ഇത് ഫ്ലീറ്റഡ് നൈറ്റിയുടെ വെട്ടാണ്. ശ്രദ്ധിച്ചിരുന്നെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇതിലാണ് നമ്മുടെ
കഴുത്തകലവും ഇപ്പം കഴുത്തകലം 2 2.5 എടുക്കാം. 2.5 സാധാരണ വണ്ണമുള്ളവർക്കാണ് അതിൽ കൂടുതൽ എടുക്കാം. ഞാനിവിടെ 2.5 എടുക്കുന്നുണ്ട്. കഴുത്തിറക്കം നമ്മൾ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നൈറ്റിയൊക്കെ വീട്ടിലിടുന്ന കാരണം ഒരുപാട് കഴുത്തിറങ്ങിക്കിടന്ന വൃത്തികേടാണ്. അതുകൊണ്ട് ഒരു 5.5 എടുക്കാം. ഫ്രണ്ട് 5.5. അതേത് മോഡൽ വേണേലും നമുക്ക് തയ്ക്കാം. ഒന്നെങ്കിൽ ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് നമുക്കിത് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഇതുപോലെ വന്ന് ഇങ്ങനെ വെട്ടിയെടുക്കാം. എങ്ങനെ വേണേലും വെട്ടാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മോഡൽ ഞാൻ കാണിച്ചു തരുന്നത്. ഇത് വെട്ടിയിട്ട് നമ്മൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. നൈറ്റിയുടെ ഇറക്കം ഇപ്പോൾ ആളിൻ്റെ ഉയരം നോക്കിയിട്ട് വേണം നൈറ്റിയുടെ ഇറക്കം പിടിക്കാൻ. പിന്നെ ഇതിൻ്റെ സ്ലീവ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അധികം തുണി ഇങ്ങോട്ട് കിടപ്പുണ്ട്. ആ തുണിയിലാണ് നമ്മൾ സ്ലീവ് പിടിപ്പിക്കേണ്ടത്. സ്ലീവ് ഇവിടെ 8 വരെയുണ്ട്. 8 ഇഞ്ച് നീളം. നമുക്ക് ഇവിടുന്ന് ഒരു 9 ഇഞ്ച് കൈക്കുഴി വേണ്ടി വരും. ആ കൈക്കുഴിയുടെ ഇവിടുന്ന് 2.5 ഇഞ്ച് കുഴിച്ച് വരച്ചിടണം. നൈറ്റിയുടെ തയ്യലും വെട്ടുമൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇവിടുന്ന് ഒരു 7 ഇഞ്ച് എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കൊടുക്കണം. ഇതിനകത്തുനിന്ന് തന്നെ സ്ലീവ് നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെയാണ് എല്ലാ നൈറ്റി പീസിനകത്തുനിന്നും തന്നെയാണ് ഈ സ്ലീവ് ഇവിടുന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വേറെ എങ്ങും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സ്ലീവ് ഇവിടുന്ന് കട്ട് ചെയ്യാം. പിന്നെ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയണം. കഴുത്ത് ഫ്രണ്ട് കഴുത്താണ് ഈ വരച്ചിട്ടേക്കുന്നത്. ബാക്ക് കഴുത്ത് ഇത്ര ഇറക്കം വേണ്ട. നെക്കിന് വേണമെങ്കിൽ നമുക്ക് വേറെ വെറൈറ്റി തുണി വെച്ച് തയ്ക്കാവുന്നതേ ഉള്ളേ. വേറെ എന്തെങ്കിലും ഇതിന് ചേരുന്ന ഒരു തുണി നമുക്കെടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് കൈ ഈ സ്ലീവാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്കിത് വെട്ടിയെടുക്കാം. ഇതിലോട്ട് മാറ്റി വെച്ചാൽ മതി. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരേ രീതിയിലത്തെയാണ് ഇപ്പോൾ വെട്ടുന്നത്. ഇതിൻ്റെ കൈക്കുഴി നമ്മൾ വെട്ടിയില്ല. ആ സ്ലീവിൻ്റെ സൈഡാണ് വെട്ടി മാറ്റിയത് നേരത്തെ. ഇവിടെ നിന്നൊരു സൈഡ് അത് ഇങ്ങനെ ഒന്ന് ചരിച്ച് നമ്മുടെ ഈ കഴുത്തിൻ്റെ ആ ഭാഗം വരെ ആ ഷോൾഡർ ഒന്ന് ചരിച്ച് വെട്ടണം. അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത ഫ്രണ്ടി നൈറ്റി മോഡലാണിത്. പിന്നെ ഈ സ്ലീവ് വെക്കേണ്ട സ്ഥലമാണ്. ഇത് തയ്ച്ച് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ഞൊറിഞ്ഞിടുന്നതാണ്. ഞൊറിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഇവിടെ ഞൊറിഞ്ഞ് വരും. ഞൊറിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ കൈ വെക്കുന്ന ഭാഗമാണ് ഇവിടം വരെ. മനസ്സിലായാലും സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ഇവിടെ ഞൊറിച്ചിടേണ്ടതാണ്. എല്ലാവർക്കും പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതും കൂടെ കാണിച്ചു തരാം. ഇതിന് നമ്മൾ കഴുത്തിറക്കം നമ്മൾ കണ്ടില്ലല്ലോ. അപ്പം ഇപ്പോൾ 2.5 ഇഞ്ച് കഴുത്തകലം. കഴുത്തിറക്കം ഒരുപാട് വേണ്ട. ഒരു 3.5 ഇഞ്ച് കഴുത്തിറക്കം മതി. ബാക്ക് കഴുത്താണ് ഇത്. റൗണ്ടായിട്ട് ഇതൊരു പൈപ്പിങ് വെച്ചാൽ മതി. നമുക്ക് ഫ്രണ്ട് കഴുത്ത് നോക്കാം. ഫ്രണ്ട് കഴുത്ത് നേരത്തെ ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഈ മോഡൽ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഡിസൈനൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5.5.
ഒരു പൊടിക്ക് നമ്മളിത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കോണോട് കോൺ കൊണ്ടുവന്ന് വെട്ടുവാണെങ്കിൽ നമുക്ക് വേറൊരു മോഡൽ ആകും. കണ്ടോ? ഇനിയിപ്പോൾ തയ്ക്കാം. നമുക്ക് ആദ്യം ബാക്ക് പീസിന് പൈപ്പിങ് വെച്ച് കൊടുക്കാം. പൈപ്പിങ്ങിന് തുണി എടുത്തിട്ട് ഇത്രയും വലിപ്പം വേണ്ട, തുണിക്ക് വീതി അത്രയും വേണം. ഈ വെട്ടിടുന്നിടത്തൊക്കെ വന്ന് പ്രഷർ പൊക്കിയിട്ട് സൂചി നല്ലപോലെ കുത്തി നിർത്തണം. എന്നിട്ട് പ്രഷർ പൊക്കിയിട്ട് വേണം അടുത്തടുത്തോട്ട് നമ്മൾ തയ്ക്കാനുള്ളതെല്ലാം ലെവൽ ചെയ്തിട്ട് തയ്ച്ചു വിടും. ഇങ്ങനെയുള്ള ഈ മൂലഭാഗമൊക്കെ കത്രികയ്ക്ക് ചെറുതായിട്ട് പൊടി ഒന്ന് കട്ട് ചെയ്ത് വിടും. കതിയോള ലൈനിങ് കട്ട് ചെയ്ത് കളയണം. ലൈനിങ് കട്ട് ചെയ്യാവും. ശേഷം ലൈനിങ്ങിൻ്റെ ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കണം. നമ്മളിതിൻ്റെ ഫ്രണ്ട് തയ്ച്ച് നമുക്കിത് പ്ലീറ്റഡിൻ്റെ ഇത് വെച്ച് ഇതിനകത്തോട്ട് കൊടുക്കാം. ഇത് പ്ലീറ്റഡ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത് കണ്ടോ, ഇതിങ്ങനെ വരണം. അതേ രീതി വേണം നമ്മളിത് ചെയ്യാൻ. ഇതിൻ്റെ അറ്റ ഇങ്ങനെ കിടക്കും. കണ്ടോ? നമ്മളിത് ഈ അറ്റഭാഗം ഇങ്ങോട്ട് പോകേണ്ടതല്ലേ, ഇതിനകത്തോട്ട് കൈക്കുഴിയായി ഇത് ആംഹോൾ. ഇത് തയ്ച്ച് വരുമ്പോൾ ആംഹോളാകും. അപ്പം നമ്മളിങ്ങനെ നോക്കണം. ഇതിങ്ങനെ മടക്കിയിട്ടിട്ട് ആംഹോളിൻ്റെ ഇവിടം വരെ കറക്റ്റായിട്ട് ഇത് വെക്കുക. വെച്ചിട്ട് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കണം. ഇത് പ്ലീറ്റഡ് ഇടാൻ വേണ്ടി ചെറിയ ചെറിയ കുറച്ച് ഇട്ടാൽ മതി. ഒരു 5 ഇഞ്ച് വരെ നമുക്ക് പ്ലീറ്റഡ് കിട്ടും. അത് നമ്മുടെ ബ്രസ്റ്റ് ഭാഗം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വെച്ച് അടയാളപ്പെടുത്തണം. ബ്രസ്റ്റ് ഭാഗത്ത് വെച്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വരുന്നത്. അപ്പം ഇത്രയും ഭാഗം നമ്മൾ ഞൊറിച്ചിട്ട് കൊടുക്കേണ്ടത്. കാണിച്ചു തരാൻ തയ്ക്കുന്നത്. ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തണം. എന്നിട്ട് നമുക്കിതൊരു ചെറിയ കുഞ്ഞ് പ്ലീറ്റഡായിട്ട് എടുത്ത് ചെറിയ പൊടിയായിട്ട് നമുക്ക് തയ്ക്കണം.
ഈ അറ്റത്ത് നോക്കണം. ഇപ്പുറത്ത് നമുക്ക് എൻഡ് ഭാഗം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാലൻസ് എന്തുമാത്രം ഉണ്ടെന്ന് നോക്കാം. മുറിച്ച് വിടാം. നോക്കി നമ്മൾ അടിച്ച് വിടാം. ഇത് 2 അടി അടിക്കണം. ഇത് കണ്ടോ, ഇതിന് 2 അടി അടിക്കണം. ചെറിയ ലേസ് കിട്ടുന്ന അത് വെച്ചാൽ മതി. ഇത് ഞാൻ ഡെയിലി ഇതേ ഉള്ളായിരുന്നു.